പ്രവേശിച്ച ആ ഘട്ടം മുതൽ ഈ മണ്ഡലത്തിൻ്റെ ജില്ലയുടെ അതിർത്തിയിൽ വെച്ച് ജില്ലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി മെമ്പറും സഖാവ് KP സഹദേവൻ ഉൾപ്പെടെയുള്ള തലമുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഞങ്ങളെ സ്വീകരിച്ച് കണ്ണൂർ ജില്ലയിലേക്ക് ആനയിച്ച് തുടർന്ന് പയ്യന്നൂർ സ്വീകരണ കേന്ദ്രത്തിലെത്തുന്നത് വരെയുണ്ടായ കാര്യം ഇവിടെ ഉള്ളതിനെ എത്രയോ അധികം ആളുകളാണ് പുറത്ത് സ്വീകരണ പരിപാടിയുമായിട്ട് ഈ ജാഥയെ വരവേറ്റത് എന്നത് ഞാൻ സൂചിപ്പിക്കുക. പയ്യന്നൂരിന് ഈ പശ്ചാത്തലത്തിൽ ചെറിയൊരു വ്യത്യാസം അല്ലെങ്കിൽ പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ CPIM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് V. കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ വഞ്ചിച്ച് പാർട്ടി സംഘടനാ വിരുദ്ധമായ പ്രവർത്തനത്തിന് അച്ചടക്ക നടപടിക്ക് വിധേയമായി പുറത്താക്കപ്പെട്ട് പാർട്ടിക്കെതിരായി മാധ്യമ ശൃംഖലയെ ഉപയോഗിച്ച് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സ്വീകരണ പരിപാടി എന്നുള്ളതുകൊണ്ട് ഇവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ആ പറയുന്ന കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവ പാഠമാണ്. അത് വേറൊന്നുമില്ല, ഈ പയ്യന്നൂർ ഒരു ദിവസമുണ്ടായ പയ്യന്നൂരല്ല. ഇങ്ങനെ സ്വന്തം ജീവിതരക്തം കൊണ്ട് പടുത്തുയർത്തിയ ഒരു പാർട്ടിയും പ്രസ്ഥാനവും ഈ കേരളത്തിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള ജനസ്വാധീനമുള്ള നാടായിട്ട് ഈ കേരളത്തിലെ ഒന്നാമത്തെ മണ്ഡലമായി പയ്യന്നൂർ മണ്ഡലത്തെ അങ്ങനെയാണ് രൂപപ്പെടുത്തിയത് എന്ന കാര്യം ചരിത്രത്തിൻ്റെ ഭാഗമായി നല്ല നെഞ്ചൂക്കോടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാക്കാനാവണം. ആ പ്രസ്ഥാനത്തെ തകർക്കാൻ ബൂർഷ്വാ മാധ്യമങ്ങളുമായി ചേർന്ന് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ഏഷ്യാനെറ്റുമായിട്ട് ചേർന്ന് കാര്യങ്ങളെല്ലാം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തതും പരിഹരിച്ചതുമായ കാര്യങ്ങളെല്ലാം വീണ്ടും പറഞ്ഞ് ഈ പാർട്ടിയെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഈ ഘട്ടം വരുമ്പോൾ പാർട്ടി ആകെ ഒറ്റക്കെട്ടായി ജനങ്ങളെ കാണുന്നതിന് വേണ്ടി ഗൃഹസന്ദർശന പരിപാടി നടത്തണം എന്ന് തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോയപ്പോഴാണ് ഇവരെല്ലാം ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ച് പാർട്ടിക്കെതിരായി V. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർ രംഗത്തേക്ക് വന്നത്. ഈ പാർട്ടി ഒറ്റ മനസ്സോടെ ഈ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ വർഗീയ ശക്തികൾക്കുമെതിരായി പിന്തിരിപ്പൻ ശക്തികൾക്കെതിരായി അവരുടെ എല്ലാം കടന്നാക്രമങ്ങൾക്ക് മുമ്പിൽ ചെറുത്ത് മുമ്പോട്ടേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പയ്യന്നൂരിൽ V. കുഞ്ഞികൃഷ്ണനെ പോലൊരാൾ പാർട്ടിയുടെ ശത്രുപക്ഷത്ത് നിന്ന് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകൾ മറന്ന് ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം ഒറ്റുകാരനെ പോലെ മുന്നോട്ടേക്ക് വന്നാൽ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ സ്വീകരണമെന്ന് സഖാക്കൾ മറക്കണ്ട. കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ കുറച്ച് ദിവസം എന്തോ മുൻകൈ നേടിയിരിക്കുന്നു എന്നുള്ള ധാരണയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയത്. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളും എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ച കോടാലി കൈയായി നിലകൊണ്ട ആളുകളും ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് വലിച്ചെറിയപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം മറക്കണ്ട. അത് കുഞ്ഞികൃഷ്ണനും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി ബൂർഷ്വാ മാധ്യമ ശൃംഖലകളുമായിട്ട് ഐക്യപ്പെട്ട് തൽക്കാലം കുറച്ച് ആശ്വാസമെല്ലാം കിട്ടുമെങ്കിലും ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ തന്നെയാണ് അവരുടെ സ്ഥാനം എന്ന കാര്യത്തിൽ തർക്കമില്ല. കമ്മ്യൂണിസ്റ്റ് ജീവിതം അവസാനിപ്പിച്ച് ബൂർഷ്വാസിയോടൊപ്പം അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഈ നിലപാടിന് ജനങ്ങൾ കൃത്യമായ മറുപടി നൽകുമെന്ന കാര്യത്തിലും ആർക്കും സംശയമുണ്ടാവേണ്ടതില്ല. പയ്യന്നൂർ പോലെയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ അതിൻ്റെ കോടാലി കൈയായി V. കുഞ്ഞികൃഷ്ണനെ ഉപയോഗപ്പെടുത്തി ഈ പാർട്ടിയെ തകർക്കാനാവുമെന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ മാധ്യമ ശൃംഖലയുടെയും ഭാഗമായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, അതിനൊന്നും കീഴടങ്ങാൻ മനസ്സുള്ള നാടല്ല പയ്യന്നൂര് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. ഏത് തീക്ഷ്ണമായ പോരാട്ടത്തിൻ്റെയും മുമ്പിൽ ജ്വലിച്ചു നിന്ന ഈ പയ്യന്നൂരിൻ്റെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ച് മുന്നോട്ടേക്ക് നയിക്കാൻ പര്യാപ്തമായ ഒരു പാർട്ടിയും പ്രസ്ഥാനവും ഇവിടെയുണ്ട്. ആ പ്രസ്ഥാനത്തെ തകർക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കുന്നതല്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയാനാണ് ഞാൻ ഈ ജാഥയുടെ ആമുഖമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്.
വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം. നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് 5-6 സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക. ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക.